ലോനാവാലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോട്ടകളുടെ രാജാവല്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ഈ ലോക്ക്ഹാർട്ട് ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കയറുമ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള വ്യൂ നമുക്ക് ഓരോ നിലകളിലായിട്ട്, നമുക്ക് ഓരോ ഹൈറ്റിൽ നിന്ന് ഓരോ നിലകളിലായിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട്, വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. ഇത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്ന സമയത്ത് നമുക്കിതൊന്നും തിരിയില്ല. സത്യം പറഞ്ഞാൽ തിരിയില്ല എന്ന് വെച്ചാൽ സ്റ്റെപ്പ് കയറേണ്ട വഴികൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പക്ഷേ എവിടെയാണ് ഫോട്ടോ അവസാനിക്കുന്നത്, എന്തൊക്കെയാണ് കാണാനുള്ളത് ഒന്നും മനസ്സിലാവില്ല. ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ ഓരോ വിധത്തിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. കണ്ടോ, നമ്മൾ ഒരു സ്റ്റെപ്പ് മീൻസ് ഒരു ലെവലിലേക്ക് കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ ആണിത്. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ കാര്യങ്ങൾ കണ്ട് നമ്മൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് ലെവൽ. പക്ഷേ ഇതല്ല, ഇനിയും ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറാൻ പോകാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ലോക്ക്ഹാർട്ട് ഫോർട്ടിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലോണം സത്യം പറഞ്ഞാൽ ഇത്രയും കയറി നല്ല കതച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഏകദേശം നല്ല വെയിലെല്ലാം ഉണ്ടാകും. പക്ഷേങ്കിൽ നല്ല മഴയുണ്ടാകും. പക്ഷേങ്കിൽ ഇന്നലെ കിട്ടില്ല മഴയും ആൾക്കാർ വന്ന് ഇപ്പം വരേണ്ട സമയമല്ല വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ സ്ഥലം തന്നെയാണ്. പക്ഷേങ്കിൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ മഴ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല ക്ലൈമറ്റാണ്, ഓവർ ചൂടൊന്നുമില്ല. പക്ഷേ നമ്മൾ ക്ഷീണിച്ച് നായിയായിട്ടുള്ള ഇത് ഇത്രയും സ്റ്റെപ്പ് കയറി ഇത് കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. അമ്പോ വന്ന് വെറുത്തായി മോനെ. ഇതിൻ്റെ ഇതേപോലെ തന്നെ വേറൊരു ഫോട്ടോ ആണ് നമ്മളപ്പുറത്തുള്ളത്. അവിടെ ഇനി പോകണം. ഇതെല്ലാം ഒരു ദിവസം കാണാനാണ്. ട്രക്ക് ചെയ്ത് ആകെ വയ്യാണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ അടുത്ത ലെവലിലേക്ക് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇത് കയറി വന്ന വഴികൾ ഒരേ ലെവലിൽ എന്താ പറയുക, ചുരം പോലെ ഇങ്ങനെ കയറി വരുന്ന സ്റ്റെപ്പുകളല്ല ഇതുള്ളത്. ഇത് കയറി വരുമ്പം ഓരോ സ്റ്റേജിലെത്തുമ്പോൾ പലതരത്തിലുള്ള രൂപത്തിലാണ് ഇത് പണിത് കഴിപ്പിച്ചിട്ടുള്ളത്. ഓരോ സ്ഥലത്തും നമുക്ക് നോക്കുമ്പോൾ ആ വ്യൂ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് ദൂരെ ഒരു വലിയൊരു പുഴ ഒഴുകി വരുന്നുണ്ട്. പിന്നെ മലനിരകളുണ്ട്. പിന്നെ കാണാനാണെങ്കിൽ ഫുള്ള് പച്ചപ്പ്, ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ കാണാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പുഴ. അത്യാവശ്യം വലിയ വലിപ്പുള്ള പുഴ തന്നെയാണ്. മുകളിൽ കയറേണ്ട. അപ്പോൾ മുകളിൽ കയറും ഈ കൈ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ ഈ വരമ്പ് കെട്ടിയല്ല കണ്ടേ, വീടിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാകുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അമ്പോ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിങ്ങനെ ചുറ്റുവട്ടത്ത് നമ്മളെ 360 ഡിഗ്രിയിൽ നമുക്ക് ഫുള്ള് വ്യൂ, എവിടെ നോക്കിയാലും വ്യൂ ആണ്. ഈ കയറി വരുന്ന വഴിയാണെന്നല്ലേ, ഇത് നമ്മൾ കയറുമ്പോൾ കഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കും. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ മുകളിൽ എത്തിയ പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ പറയില്ല, വന്ന വഴികൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വന്ന വഴികൾ, നമ്മൾ കഷ്ടപ്പെട്ട് വരുന്ന വഴികൾ എന്നും നമുക്ക് മനോഹരമായിരിക്കും. അതേപോലെയാണ് ഈ വന്ന വഴികൾ ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് കേട്ടോ. ഒന്ന് നോക്കി നോക്ക്. കയറി വന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോണ്ടല്ലോ എന്ത് സമാധാനമാണെന്നറിയാം. വർണ്ണിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇതെല്ലാം വന്നിട്ട് വെച്ചാൽ വന്നിട്ട് തന്നെ കാണും. ലൈഫിൽ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ എല്ലാവരും പറയുന്നല്ലോ, പോയവർക്ക് അത് മനസ്സിലാവില്ല. നിങ്ങൾ എല്ലാ വ്ളോഗിലും കാണുന്നതാണ്, എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളിത് വന്നിട്ട് കാണുക എന്നുള്ളത്. നിങ്ങൾ വ്ളോഗ് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും പോയിട്ട് കാണാൻ പറ്റുന്നത് ആ സമയത്ത് പോയിട്ട് കാണും. അതാണ് എനിക്ക് എല്ലാ യാത്രേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഉള്ളൊരു ആണോ നല്ല വെള്ളം കേട്ടോ, പാറപ്പുറത്തുള്ള വെള്ളമല്ലേ. അതന്നെ വെള്ളം കിട്ടിയ നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് എത്താനായി. അപ്പോൾ അവിടെയുള്ള കവാടങ്ങളാണ് കേട്ടോ. ഇതേപോലെയുള്ള 2-3 കവാടങ്ങളുണ്ട്. 2-3 കവാടങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്തേണ്ടിയിട്ട്. നമ്മൾ കയറി നമ്മളിതിൻ്റെ ടോപ്പിലെത്താനായി കേട്ടോ. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. ഫുള്ള് സ്റ്റെപ്പാണ്. മറ്റുള്ള പോലെ എന്താ പറയുക, മല കയറില്ല കാര്യങ്ങളല്ല, സ്റ്റെപ്പ് കയറില്ല. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയില്ല. ചില സ്റ്റെപ്പൊക്കെ എന്ന് വെച്ചാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിതക്കുകയും ചെയ്യും. ഞാൻ കിതച്ച് ഓൾറെഡി 4ാമത്തെ ദിവസമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ആ എത്തിയാ
Amba. Finally, we are here. നമ്മൾ അവസാനം ഇതിൻ്റെ മുകളിലെത്തി. അന്നേരം കണ്ട കാഴ്ചകളാണിത്. ഞാനിതിൻ്റെ ഡെഡ് എൻഡിലേക്ക് പോകുന്നത്, അതായത് ഒരു സൈഡിലെ ഡെഡ് എൻഡിലേക്ക് പോയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കമോൺ ഗൈസ്. അമ്മോ, വാടാ ഇങ്ങ് വാ, കാണിച്ചു കൊടുക്ക്. ഇത് കാണണ്ട്. അയ്യാ, കയറി വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു വ്യൂ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കാല് വിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഇതേ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ചിലപ്പോൾ ഞാൻ പോകുന്നതും കിട്ടും അതിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അമ്പ സത്യം പറഞ്ഞൊരു പേടിയുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ എന്നാലും ഇവനിരിക്കും, ഇവന് ധൈര്യമുണ്ട്. എനിക്ക് ധൈര്യം ഇല്ലായില്ല. പക്ഷേ എങ്കിൽ നമ്മൾ അറാം പറപ്പ് കളിക്കാറല്ലോ. ഞാൻ ഇത്ര ഇരിക്കുള്ളൂ കേട്ടോ. ഇതണ്ട അമ്പ, ഇതാണ് സംഭവം. ഇത് കിട്ടണം നമുക്ക്, മനസ്സിലായില്ലേ? അതിനാണ് നമ്മുടെ ലൈഫിൽ ജീവിക്കുന്നത്. ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ലൈഫിൽ നേടിയെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ജീവിക്കാനുള്ള അടുത്തൊരു വലിയ ഇത്. സത്യം പറഞ്ഞാൽ ഫുള്ള് കയറാണ്ട് നിൽക്കണം എന്ന് വിചാരിച്ചത് ഇങ്ങോട്ടേക്ക്. സത്യം പറഞ്ഞാൽ അടുത്ത് പോയി. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞാലും വെറുത്തായി അല്ലടാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മഹാരാഷ്ട്രയിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലോനാവാല എന്ന് പറഞ്ഞ സ്ഥലം സന്ദർശിക്കുക. ലോനാവാലയിൽ മെയിനായിട്ട് കണ്ടൊരു സ്ഥലം തന്നെയാണ് ഈ ലോഹഘട്ട് ഫോർട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതൊരിക്കലും വെറുതെ ആവത്തില്ല, കാണാനുള്ളതാണ്.